ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 80. ഈശോ ഉപവസിച്ച മലയിലേക്കും പരീക്ഷിക്കപ്പെട്ട പാറയിലേക്കും തിരിച്ചു വരുന്നു. പാർട്ട് 2. പർവ്വതത്തിലെ അതേ സ്ഥാനം. ഇപ്പോൾ രാത്രിയാണ്. എന്തൊരു വ്യത്യാസം! ആകാശം നക്ഷത്രങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഉഷ്ണമേഖലയിലുള്ള പ്രദേശങ്ങളിൽ മാത്രമേ രാത്രിയുടെ മനോഹാരിത ശരിക്കും ആസ്വദിക്കാൻ കഴിയൂ. നക്ഷത്രങ്ങൾ വളരെ വലുതായും പ്രകാശമുള്ളതായും തോന്നുന്നു. വലിയ നക്ഷത്രക്കൂട്ടങ്ങൾ വജ്രക്കല്ലുകൾ കൂട്ടിയിട്ടതുപോലുണ്ട്. അവ വിറയ്ക്കുകയും കത്തുകയും മങ്ങുകയും ചെയ്യുന്നതുപോലെ തോന്നും. കണ്ണടച്ചു തുറക്കുന്നത് പോലെ തോന്നും. പൂർവാധികം സുന്ദരമാണ് വീണ്ടും പ്രകാശിക്കുമ്പോൾ. ഇടയ്ക്കിടെ ഒരു നക്ഷത്രം ആകാശത്തുകൂടി പറക്കുകയാണ്. എവിടെ പോയി മറയുന്നു എന്നറിഞ്ഞുകൂടാ. പ്രകാശത്തിന്റെ ഒരു രേഖ. ഭൂമിക്ക് മുകളിൽ കൂടി പറക്കുന്ന ഒരു നക്ഷത്രത്തിന്റെ ആനന്ദത്തിമിർപ്പ് പോലെ തോന്നും. ഈശോ ഗുഹയുടെ വാതിൽക്കൽ ഇരിക്കുകയാണ്. തന്റെ ചുറ്റും ഇരിക്കുന്ന ശിഷ്യന്മാരോട് സംസാരിക്കുന്നു. അവർ ഒരു തീ കൂട്ടിയിരിക്കുന്നു. നടുക്ക് തീക്കനലുകൾ. അതിന്റെ ചുവന്ന വെളിച്ചം അവരുടെ മുഖത്ത് വീശുന്നു. നമ്മൾ ഇവിടുത്തെ താമസം അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ 40 ദിവസം താമസിച്ചു. അന്ന് മഞ്ഞുകാലമായിരുന്നു. ഇവിടെ ആഹാരമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴത്തേക്കാൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള സമയം. ഇപ്പോഴായിട്ടും നിങ്ങൾ വളരെ ബുദ്ധിമുട്ടി. നമ്മൾ കൊണ്ടുവന്ന ആഹാരം അല്പമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ നിങ്ങൾക്ക്. തല കറങ്ങി വീഴാതിരിക്കാൻ അല്പം ആഹാരം. അതുപോലെ തന്നെ വെള്ളവും. പകൽ ചൂട് വളരെ കൂടുതലാണ്. മഞ്ഞുകാലത്ത് ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല. അന്ന് മലയുടെ മുകളിൽ നിന്ന് വരണ്ട ഒരു കാറ്റ് വീശുമായിരുന്നു. തൊണ്ടയിലെ വെള്ളം വറ്റിക്കുന്ന ഒരു കാറ്റ്. സമതലങ്ങളിൽ നിന്ന് മരുഭൂമിയിലെ പൊടിയുമായി അത് വീശും. ഈ വേനൽക്കാലത്തെ ചൂടിനേക്കാൾ അസഹ്യമാണ് ഈ കാറ്റ്. വേനലിലെ ചൂടും ദാഹവും അടക്കാൻ കമർപ്പുള്ള ആ പഴങ്ങൾ പറിച്ചു തിന്നാൽ മതി. വേനലിൽ അത് സുലഭമാണ്. തണുപ്പുകാലത്ത് ഈ മലകളിൽ അക്കേഷ്യ മരത്തിന്റെ ചുവട്ടിൽ വളരുന്ന പുൽക്കൊടികളും തണുത്ത കാറ്റും മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആഹാരം മുഴുവനും നിങ്ങൾക്ക് ഞാൻ തന്നു തീർത്തില്ല. കുറച്ചു റൊട്ടിയും ചീസും ഒരു കുപ്പി വെള്ളവും മടക്കയാത്രയ്ക്കായി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. മടങ്ങിപ്പോക്ക് എത്ര ദുർഘടമായിരുന്നു എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. മരുഭൂമിയിൽ ഏകാന്തതയിൽ നിന്ന് ക്ഷീണിച്ച് വിവശനായി ഞാൻ യാത്ര തിരിച്ചു. നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊള്ളൂ, നമുക്ക് പോകാം. നമ്മൾ ഇവിടെ എത്തിയ ദിവസത്തേക്കാൾ മനോഹരമാണ് ഇന്നത്തെ രാത്രി. ഇന്ന് നിലാവില്ല. ആകാശത്തു നിന്ന് വെളിച്ചം നേരിട്ട് വരുന്നത് പോലെയുണ്ട്. നമുക്ക് പോകാം. ഈ സ്ഥലം നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കണം. മിശിഹ തന്റെ ദൗത്യം നിറവേറ്റാൻ എങ്ങനെ തയ്യാറെടുത്തിരുന്നു, ശിഷ്യന്മാർ എങ്ങനെ തയ്യാറെടുക്കുന്നു എന്ന് ഓർമ്മിക്കണം. ഞാൻ പഠിപ്പിച്ച രീതിയിൽ പ്രേക്ഷിതർ സ്വയം ഒരുങ്ങണം. അവർ എഴുന്നേൽക്കുന്നു. സൈമൺ തീക്കനലുകൾ ഒരു കമ്പുകൊണ്ട് ഇളക്കുന്നു. കുറച്ച് ഉണങ്ങിയ കുറ്റിച്ചെടികൾ ഇട്ട് തീ വീണ്ടും കത്തിക്കുന്നു. അതിൽ നിന്നും അക്കേഷ്യ മരത്തിന്റെ ഒരു കമ്പ് കത്തിച്ച് ഗുഹയുടെ വാതിൽക്കൽ ഉയർത്തിപ്പിടിക്കുന്നു. യൂദാസും ജോണും ഗുഹയ്ക്കുള്ളിൽ കിടക്കുന്ന മേലങ്കികളും സഞ്ചികളും വെള്ളം വച്ചിരുന്ന തുകൽ സഞ്ചികളും ശേഖരിക്കുന്നു. ഒരു സഞ്ചിയിൽ മാത്രമേ വെള്ളമുള്ളൂ. സാധനങ്ങൾ എടുത്ത ശേഷം പന്തം പാറയിൽ അടിച്ചു കെടുത്തുന്നു. സഞ്ചി എടുത്ത് മേലങ്കി അരയ്ക്ക് ചുറ്റും ഒരു പട്ട കൊണ്ട് കെട്ടുന്നു. നടക്കുമ്പോൾ കാല് തട്ടാതിരിക്കാനാണിത്. തീക്കനലുകൾ എല്ലാം കാലുകൊണ്ട് 4 പാടും തെറിപ്പിച്ച് തീ അണയ്ക്കുന്നു. നിശബ്ദരായി ഒരാൾക്ക് പിറകെ ഒരാൾ എന്ന രീതിയിൽ കുത്തനെയുള്ള ഒരു വഴിയെ അവർ മല ഇറങ്ങി. ഇനിയും ഉണങ്ങിപ്പോയിട്ടില്ലാത്ത പുല്ല് മേഞ്ഞുകൊണ്ട് നടന്നിരുന്ന ചെറിയ ജന്തുക്കൾ ഭയന്ന് ഓടി. ദീർഘമായ ഒരു യാത്രയാണ് അവരുടേത്. വിഷമം പിടിച്ച യാത്ര. അവസാനം അവർ നിരപ്പായ സ്ഥലത്തെത്തി. അവിടെ നടക്കാനും പ്രയാസമാണ്. കൂർത്ത കല്ലുകളും പാറക്കഷ്ണങ്ങളും അവരുടെ കാലിൽ തുളച്ചു കയറി. പൊടി അടിഞ്ഞ് ഈ കല്ലും ചരലും മൂടിക്കിടക്കുന്നത് കൊണ്ട് ചവിട്ടുമ്പോഴേ അറിയൂ. കുറെ അങ്ങ് ചെല്ലുമ്പോൾ വഴിയുടെ ഇരുഭാഗത്തും മുൾച്ചെടികളാണ്. മുള്ള് ഉടുപ്പിന്റെ അടിഭാഗത്ത് ഉടക്കും. കയ്യിലും കാലിലും കൊള്ളുകയും ചെയ്യും.
പക്ഷെ നിരപ്പായ സ്ഥലത്ത് കുറെ കൂടി വേഗം നടക്കാം. തലയ്ക്ക് മുകളിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞ മനോഹരമായ ആകാശം. അവർ മണിക്കൂറുകൾ നടന്നു. നിരപ്പായ സ്ഥലം മരുപ്രദേശമാണ്. കാണുന്നവർക്ക് മനസ്സിൽ ആകെ വിഷാദമുണ്ടാക്കുന്ന കാഴ്ച. പാറയുടെ വിടവുകളിലും മണ്ണിൽ അവിടവിടെയുള്ള കുഴികളിലും തിളങ്ങുന്ന ചെതുമ്പൽ പോലെ എന്തോ കാണാം. വജ്രക്കല്ലിൽ നിന്നും പൊളിഞ്ഞു പോന്ന തോട് പോലെ തോന്നും. ജോൺ കുനിഞ്ഞ് അവയെ സൂക്ഷിച്ചു നോക്കുന്നു. മേൽമണ്ണിനടിയിലുള്ള ഉപ്പാണ്. അവിടെ അത്രയും ഉപ്പാണ്. പുതുമഴ പെയ്യുമ്പോൾ ഈ ഉപ്പ് മണ്ണിന് മുകളിലെത്തുന്നു. പിന്നെ വെയിലത്ത് അത് വറ്റി ഇങ്ങനെയാകുന്നു. അതുകൊണ്ടാണ് ഈ പ്രദേശം ജനവാസയോഗ്യമല്ലാതായത്. കിഴക്കേ കടൽ ഭൂമിക്കടിയിലുള്ള ഊടുവഴികളിലൂടെ അതിന്റെ മാരകമായ കൈകൾ നീട്ടുന്നു. ശുദ്ധജലം ഊറി വരുന്ന ഊറ്റുകൾ. ഈ ഉപ്പ് കഴുകിക്കളയുന്നിടത്തെ ചെടികൾ വളരുകയുള്ളൂ. അവിടെ അല്പം സ്വസ്ഥത അനുഭവപ്പെടും. ഈശോ വിശദീകരിച്ചു. അവർ യാത്ര തുടരുകയാണ്. പിശാച് പണ്ട് ഈശോയെ പരീക്ഷിച്ചു കഴിഞ്ഞ പാറയുടെ അടുത്തെത്തുമ്പോൾ ഈശോ നിൽക്കുന്നു. നമുക്ക് ഇവിടെ അല്പസമയം ചെലവഴിക്കാം. ഇവിടെ ഇരിക്കാം. താമസിയാതെ നേരം വെളുക്കും. നമ്മൾ 6 മണിക്കൂർ നടന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടാകും, ദാഹിക്കുന്നുണ്ടാകും, നല്ല ക്ഷീണം തോന്നുന്നുണ്ടാകും. ഇത് കഴിക്കൂ, ഇത് കുടിക്കൂ, ഇവിടെ എന്റെ അടുത്ത് ഇരിക്കൂ. ഞാൻ നിങ്ങളോട് ഒരു സംഭവം പറയാൻ പോകുകയാണ്. ഇത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടും ലോകം മുഴുവനോടും പറയണം. ഈശോ സഞ്ചി തുറന്ന് കുറച്ച് റൊട്ടിയും ചീസും പുറത്തെടുത്തു. അത് മുറിച്ച് എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. തുകൽ സഞ്ചി എടുത്ത് കുറച്ച് വെള്ളം ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ചു. അത് എല്ലാവരും മാറി മാറി കുടിച്ചു. ഗുരു, അങ്ങ് ഒന്നും കഴിക്കുന്നില്ലേ? ഇല്ല, ഞാൻ നിങ്ങളോട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കേട്ടുകൊള്ളൂ. ഒരു ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, എനിക്ക് എപ്പോഴെങ്കിലും പ്രലോഭനത്തിൽ ഉൾപ്പെടാൻ ഇടയായിട്ടുണ്ടോ? പ്രലോഭനമുണ്ടായപ്പോൾ അതിന് കീഴടങ്ങിയിട്ടുണ്ടോ? അതാണ് അയാൾക്ക് അറിയേണ്ടിയിരുന്നത്. പിതാവേ, പ്രലോഭനങ്ങളിൽ എന്നെ ഉൾപ്പെടുത്തരുത് എന്ന് മിശിഹായായ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രലോഭനങ്ങളെ ചെറുക്കാൻ ശക്തി സമ്പാദിച്ചു എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് അത്ഭുതം തോന്നി. ഈശോ ശാന്തമായി സാവധാനം സംസാരിക്കുന്നു. അവർക്ക് തീർത്തും അജ്ഞാതമായ ഒരു കാര്യം പറയുന്നത് പോലെയാണ് സംസാരം. അല്പം ജാള്യതയോടുകൂടി യൂദാസ് തലകുനിച്ചു. ഈശോയുടെ മുഖത്ത് കണ്ണു നട്ടിരുന്ന മറ്റു 2 ശിഷ്യന്മാരും ഇത് ശ്രദ്ധിക്കുന്നില്ല. ഈശോ തുടർന്നു. ആ മനുഷ്യന് അവ്യക്തമായി മാത്രം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്ന ഒരു സംഗതി നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കും. ജ്ഞാനസ്നാനം സ്വീകരിച്ച ശേഷം ഞാൻ ഇവിടെ വന്നു. എന്നിൽ കളങ്കമില്ലായിരുന്നു. എങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ ആരും പൂർണ്ണമായും കറയറ്റവരല്ല. ഞാൻ ഒരു മനുഷ്യനാണ്. സത്യം എന്തെന്നറിയുകയും ദൈവത്തിന്റെ അരൂപി വചനത്തിന്മേൽ ഇറങ്ങി വന്ന് സ്നേഹം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് കാണുകയും ചെയ്ത പ്രവാചകൻ പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. സ്വർഗത്തിൽ നിന്നുണ്ടായ അശരീരിയും പ്രവാചകൻ കേട്ടു, ഇതാണ് എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. സ്നാപകൻ ഇത് പറഞ്ഞപ്പോൾ ജോൺ അവിടെ ഉണ്ടായിരുന്നല്ലോ. സ്നാനം സ്വീകരിച്ച ശേഷം ഉള്ളിലും പുറമേയും ഞാൻ പരിശുദ്ധനാണ്. എങ്കിലും ഒരുങ്ങണം, തയ്യാറെടുക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. ഇത് സത്യമാണ്. നീ എന്നെ നോക്കൂ, ഞാൻ മിശിഹായാണ്. എങ്കിലും ഒരു സാധാരണ മനുഷ്യനേക്കാൾ വലിയവനായി എന്നെ ഞാൻ കണ്ടില്ല. മിശിഹ മനുഷ്യൻ, പൂർണ്ണമായും മനുഷ്യൻ. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും മനുഷ്യനെ പോലെ ആകട്ടെ എന്ന് കരുതി. തിന്മയ്ക്ക് കീഴടങ്ങുന്നതൊഴിച്ച് എല്ലാ കാര്യത്തിലും മിശിഹ മറ്റു മനുഷ്യരെ പോലെ തന്നെയാണ്. യൂദാസ് തല ഉയർത്തി തന്റെ മുമ്പിലിരിക്കുന്ന ഈശോയെ നോക്കി. നക്ഷത്രങ്ങളുടെ വെളിച്ചത്തിൽ ഈശോയുടെ കണ്ണുകൾ തിളങ്ങുന്ന 2 നക്ഷത്രങ്ങൾ പോലെ. ഗുരുവാകാൻ തയ്യാറെടുക്കുന്നവൻ ആദ്യം ശിഷ്യനാകണം. ഞാൻ ദൈവപുത്രനാണ്, ദൈവമാണ്, എനിക്കെല്ലാം അറിയാം. മനുഷ്യന്റെ ബലഹീനതയും അവന്റെ ഉള്ളിൽ നടക്കുന്ന നിരന്തര സംഘർഷവും എന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ആ അറിവ് ഗ്രഹണശക്തി കൊണ്ട് ഉണ്ടാകുന്നതും മനസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതുമാണ്. അത് അനുഭവജ്ഞാനമല്ല.
അനുഭവജ്ഞാനമില്ലെങ്കിൽ എന്റെ എളിയ സുഹൃത്തുക്കളിൽ ആരെങ്കിലും പറയും, എന്റെ എളിയ മക്കളിൽ ആരെങ്കിലും പറയും, ഗുരു ഒരു മനുഷ്യനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയങ്ങളും വികാരങ്ങളും ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അങ്ങേക്ക് അറിഞ്ഞുകൂടാ. ന്യായമായും എടുത്തു പറയാവുന്ന ഒരു കുറവായിരിക്കും അത്. ഞാൻ ഇവിടെ ഈ മലയിൽ പ്രലോഭനത്തെ നേരിടാൻ കൂടിയാണ് വന്നത്. നിങ്ങൾ ഇരിക്കുന്ന ഈ സ്ഥലത്ത് വച്ചാണ് എനിക്ക് പ്രലോഭനമുണ്ടായത്. ആരാണ് എന്നെ പ്രലോഭിപ്പിച്ചത്? മനുഷ്യരാരുമല്ല. മനുഷ്യന്റെ ശക്തി പരിമിതമാണ്. എന്നെ പരീക്ഷിച്ചത് പിശാച് തന്നെയാണ്. ഞാൻ തീർത്തും ക്ഷീണിതനായിരുന്നു. എന്തെങ്കിലും ആഹാരം കഴിച്ചിട്ട് 40 ദിവസമായിരുന്നു. പ്രാർത്ഥനയിൽ മുഴുകി ഇരുന്നപ്പോൾ, ദൈവവുമായി സംഭാഷണം നടത്തുമ്പോൾ അനുഭവപ്പെടുന്ന സന്തോഷത്തിനിടയിൽ ഇതെല്ലാം മറന്നുപോയെങ്കിലും വിശപ്പ് അസഹ്യമല്ലാതായി. ശരീരത്തെ മാത്രം ബാധിക്കുന്ന ഭൗതികമായ ഒരസ്വസ്ഥത മാത്രമായി അതിനെ ഞാൻ കണ്ടു. പിന്നെ ഞാൻ ലോകത്തിലേക്ക് മടങ്ങി വന്നു. ലോകത്തിന്റെ രീതികൾ, ആവശ്യങ്ങൾ എനിക്കും ബാധകമായി. എനിക്ക് വിശന്നു, ദാഹിച്ചു. മരുഭൂമിയിലെ മരം കോച്ചുന്ന തണുപ്പത്ത് ഞാൻ തണുത്തു വിറച്ചു. വിശ്രമമില്ലാതെ ദീർഘദൂരം യാത്ര ചെയ്തതിന്റെ ക്ഷീണം എന്റെ ശരീരത്തെ തളർത്തിയിരുന്നു. ഇനിയും മുമ്പോട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാനും മനുഷ്യനാണ്. എന്റെ ശരീരം യഥാർത്ഥ ശരീരമാണ്, മാംസവും രക്തവുമാണ്. അതിന് എല്ലാ മനുഷ്യർക്ക് അനുഭവപ്പെടുന്ന ക്ഷീണവും ബലഹീനതയും അനുഭവപ്പെടും. അതുപോലെ തന്നെ എനിക്കും ഒരു ഹൃദയമുണ്ട്. മനുഷ്യന്റെ ഘടകങ്ങളിൽ ഒന്നും രണ്ടും ഞാൻ സ്വീകരിച്ചു. ശാരീരികമായ ഘടകവും അതിന്റെ ആവശ്യങ്ങളും പെരുമാറ്റ രീതികളും വികാരങ്ങളും ഞാൻ സ്വീകരിച്ചു. ഇച്ഛാശക്തി കൊണ്ട് ജനിച്ചപ്പോൾ തന്നെ ചീത്ത വികാരങ്ങളെ ഞാൻ കീഴ്പ്പെടുത്തിയിരുന്നു. പക്ഷേ സൽവികാരങ്ങൾ പഴക്കം ചെന്ന സീതാർ മരങ്ങളെ പോലെ വളരുന്നതിന് ഞാൻ അനുവദിച്ചു. അച്ഛനമ്മമാരോട് ഒരു മകന് തോന്നുന്ന സ്നേഹം, മാതൃഭൂമിയോടുള്ള സ്നേഹം, സൗഹൃദം, ജോലി, നല്ലതെല്ലാം ഞാൻ സ്വീകരിച്ചു. പരിശുദ്ധമായതെല്ലാം ഞാൻ സ്വീകരിച്ചു. ഇവിടെ എത്തിയപ്പോൾ അമ്മയിൽ നിന്ന് അകന്നിരിക്കുന്നതിൽ വിഷമം തോന്നി. അമ്മയുടെ ശുശ്രൂഷ തളർന്നു ക്ഷീണിച്ച എന്റെ ശരീരത്തിന് കിട്ടാതെ പോയതിൽ ഞാൻ ദുഃഖിച്ചു. പൂർണ്ണമായും എന്നെ സ്നേഹിച്ച ഏക വ്യക്തിയിൽ നിന്നും അകന്നു പോകുന്നതിലുള്ള പ്രയാസം ഞാൻ അനുഭവിച്ചു. മകനു വേണ്ടി ഏറെ കണ്ണുനീർ പൊഴിക്കാൻ വിധിക്കപ്പെട്ട ആ അമ്മയെ ഓർത്ത് ഞാൻ ദുഃഖിച്ചു. മകനു വേണ്ടിയും കശ്മലന്മാരുടെ ചെയ്തികൾ കാരണവും അവൾ കരഞ്ഞു കരഞ്ഞ് കണ്ണീർ വറ്റിക്കും. തന്റെ ഉദ്യമങ്ങളെല്ലാം അവസാനം നിഷ്ഫലമായി തീരുമെന്ന് മുൻകൂട്ടി കാണുന്ന ധീരനായകന്റെയും താപസന്റെയും മനോവ്യഥയും ഞാൻ അനുഭവിച്ചു. ഞാൻ കരഞ്ഞു. വിഷാദം അത് പിശാചിന്റെ ഒരു ചൂണ്ടയാണ്. വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ വിഷാദവും ദുഃഖവും സ്വാഭാവികമാണ്. വിഷാദത്തിനപ്പുറം നിരാശയിലേക്കും നിഷ്ക്രിയത്വത്തിലേക്കും കടന്നാൽ അത് പാപമായി തീരും. പക്ഷേ ആരെങ്കിലും ആത്മീയമായി പരിക്ഷീണനാണെന്ന് കണ്ടാൽ പിശാച് ഉടൻ അടുത്തെത്തും. അവൻ വന്നു. കാരുണ്യവാനായ ഒരു വഴിയാത്രക്കാരന്റെ വേഷത്തിൽ അവൻ വന്നു. അവനെ കണ്ടാൽ നല്ലവനാണ് എന്ന് തോന്നും. എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. 30 വയസ്സ് പ്രായം. അയാൾ എന്നെ സഹായിക്കാൻ തയ്യാറായി. ആദ്യം അയാൾ പറഞ്ഞു, ഈ കല്ലുകളോട് അപ്പമായി മാറാൻ പറയൂ. അതിനു മുമ്പ് അയാൾ എന്നോട് സ്ത്രീകളെപ്പറ്റി സംസാരിച്ചു. പെണ്ണിന്റെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവനാണ് അവൻ. അവളെപ്പറ്റി എങ്ങനെ സംസാരിക്കണമെന്ന് അവനറിയാം. അവൻ ആദ്യമായി വശീകരിച്ച കുഴിയിൽ വീഴിച്ചത് സ്ത്രീയെയാണ്. പിന്നീട് അവൾ അവന്റെ കയ്യിൽ ഒരു കരുവായി മാറി. ഞാൻ ദൈവപുത്രൻ മാത്രമല്ല, ഞാൻ നസ്രത്തിലെ മരപ്പണിക്കാരനായ ഈശോയും ആകുന്നു. എനിക്ക് പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും പ്രലോഭനങ്ങൾക്ക് അതീതനാണെന്ന് കരുതി എന്നോട് അസൂയപ്പെടുകയും ചെയ്ത ഒരു മനുഷ്യനോട് ഞാൻ പറഞ്ഞു, കൃത്യം ചെയ്തു കഴിഞ്ഞാൽ ആവേശം അടങ്ങും. തള്ളിക്കളഞ്ഞ ഒരു പ്രലോഭനമാകട്ടെ ഒന്നുകൂടി ശക്തി പ്രാപിച്ച് വീണ്ടും മുമ്പിലെത്തും. ഇതിന്റെ പിന്നിലുള്ളത് പിശാചാണ്. ഞാൻ പാപം ചെയ്തിട്ടില്ലെങ്കിലും ശക്തമായ പ്രലോഭനത്തിന് വിധേയനായിട്ടുണ്ട്. വിശപ്പിനെയും സ്ത്രീയുടെ ആകർഷത്വത്തെയും ഞാൻ കീഴടക്കി.
ലോകത്ത് വിജയം നേടാൻ ഏറ്റവും പറ്റിയ സഹായി സ്ത്രീയാണ് എന്ന് പറഞ്ഞത് മാനുഷികമായി ചിന്തിക്കുമ്പോൾ പൂർണ്ണമായും ശരിയാണ്. വയറിന്റെ വിശപ്പടക്കുന്നത് കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് ഞാൻ പിശാചിനോട് പറഞ്ഞു. അതുകൊണ്ട് പ്രലോഭനം അവസാനിച്ചില്ല. അപ്പോൾ അവൻ എന്റെ ദൗത്യത്തെപ്പറ്റി സംസാരിച്ചു തുടങ്ങി. യുവാവിനെ വീഴിക്കാൻ ശ്രമിച്ചു. പരാജയപ്പെട്ടപ്പോൾ അവന്റെ നോട്ടം മിശിഹായിലായി. ഒരത്ഭുതം പ്രവർത്തിച്ച് ദേവാലയത്തിൽ കൊള്ളരുതായ്മ കാട്ടുന്ന പുരോഹിതന്മാരെയെല്ലാം അമർച്ച ചെയ്യാൻ അവൻ എന്നെ ഉപദേശിച്ചു. ഒരത്ഭുതം, ആകാശത്തു നിന്ന് തീ വീഴണം. നമ്മുടെ വ്യക്തിപരമായ മഹത്വം ഉറപ്പുവരുത്താനുള്ളതല്ല ദൈവിക ശക്തിയും അത്ഭുതങ്ങളും. ആരും ദൈവത്തെ പരീക്ഷിക്കരുത്. മാനുഷിക ആവശ്യങ്ങൾ നിറവേറ്റാൻ അത്ഭുതത്തിന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അതാണ്. ഞാൻ ദൈവത്തെ പരീക്ഷിക്കണമെന്നായിരുന്നു പിശാചിന്റെ ആവശ്യം. അവൻ പറഞ്ഞ യുക്തി ഇതാണ്. പക്ഷെ അതിന്റെ പിറകിലുള്ളതോ നീ മിശിഹായാണ് എന്ന് ഊറ്റം കൊള്ളൂ എന്നത്രേ. അത് വേറൊരു തരം അതിമോഹമാണ്, അഹങ്കാരത്തിന്റെ അതിമോഹം. നിന്റെ കർത്താവായ ദൈവത്തെ നീ പരീക്ഷിക്കരുത് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അവന് കുലുക്കമൊന്നുമില്ല. അവൻ മൂന്നാമത്തെ പ്രലോഭനവുമായി വന്നു. സ്വർണത്തിന്റെ മാഹാത്മ്യം. വിശക്കുന്നവന് അപ്പം വലുതാണ്, സുഖലോലുപന് അതിലും വലുതാണ് സ്ത്രീ. ബഹുജനങ്ങളുടെ കണ്ണിലുണ്ണിയായി അവരുടെ ആരാധനയ്ക്ക് പാത്രമായി നടക്കുന്നത് ചിലർക്ക് ഹരമാണ്. ഈ മൂന്നും ഒട്ടേറെ കുറ്റകൃത്യങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. സ്വർണമാകട്ടെ എല്ലാ പൂട്ടുകളും തുറക്കുന്ന താക്കോലാണ്. എന്തിനേയും കൂട്ടിയോജിപ്പിക്കുന്ന കണ്ണിയാണ്. 99% പ്രവൃത്തികളുടെയും ആദിയും അന്തവും സ്വർണമാണ്. അപ്പത്തിനു വേണ്ടിയും പെണ്ണിനു വേണ്ടിയും മനുഷ്യൻ മോഷ്ടാവാകും. അധികാരം നേടാൻ അവൻ വിഗ്രഹാരാധന നടത്തും. സ്വർണത്തിന്റെ ധനത്തിന്റെ രാജാവായ പിശാച് അവന്റെ സ്വർണം എനിക്ക് വാഗ്ദാനം ചെയ്തു. പ്രതിഫലമായി ഞാൻ അവനെ വണങ്ങണം. അനശ്വരമായ ദൈവവചനം ഉരുവിട്ട് ഞാൻ അവനെ തകർത്തു. അവൻ പരാജയപ്പെട്ട് ഓടി മറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, നീ നിന്റെ കർത്താവായ ദൈവത്തെ ആരാധിക്കണം, വേറെ ആരെയും ആരാധിക്കരുത്. ഇതെല്ലാം സംഭവിച്ചത് ഇവിടെ വച്ചാണ്. ഈശോ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ചുറ്റുപാട് പരന്ന ഭൂമിയാണ്. സാധാരണ തോന്നുന്നതിലും കൂടുതൽ പൊക്കം തോന്നും. നക്ഷത്രങ്ങളുടെ തിളങ്ങുന്ന വെളിച്ചം ഈശോയുടെ മേൽ പതിക്കുന്നതും ഈ തോന്നലിന് കാരണമാണ്. ശിഷ്യന്മാരും എഴുന്നേറ്റു. യൂദാസിനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഈശോ പറഞ്ഞു. അപ്പോൾ മാലാഖമാരെത്തി, കർത്താവിന്റെ ദൂതന്മാർ. മനുഷ്യൻ 3 മേഖലകളിൽ വ്യാപിച്ചു കിടന്ന ഒരു യുദ്ധം ജയിച്ചു. മനുഷ്യനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനുഷ്യപുത്രൻ മനസ്സിലാക്കി. ആ യുദ്ധം മനുഷ്യപുത്രൻ ജയിച്ചു. ഞാൻ പരിക്ഷീണനായിരുന്നു. ഏറെ ദിവസം നീണ്ടുനിന്ന ഉപവാസത്തേക്കാൾ ക്ഷീണിപ്പിക്കുന്നതായിരുന്നു ഈ പ്രലോഭനവും അതുണ്ടാക്കിയ മാനസിക സംഘർഷവും. അവസാനം അരൂപി വിജയിച്ചു. അറിവുള്ള ഒരു പരിപൂർണ സൃഷ്ടിയായി ഞാൻ മാറുന്നത് കണ്ട് സ്വർഗവാസികൾ അത്ഭുതപ്പെട്ടിരിക്കും. എനിക്കും അത്ഭുതം പ്രവർത്തിക്കാനുള്ള സിദ്ധി ലഭിച്ചത് ആ നിമിഷം മുതലാണ്. ഞാൻ ദൈവമായിരുന്നു. ഞാൻ മനുഷ്യനായി പിറന്നു. മനുഷ്യപ്രകൃതിയിൽ കടന്നുകൂടിയിരുന്ന മൃഗസ്വഭാവത്തെ കീഴടക്കിയപ്പോൾ ഞാൻ മനുഷ്യ ദൈവമായി. ഞാൻ ഇപ്പോഴും അത് തന്നെ, മനുഷ്യനും ദൈവവും. ദൈവമെന്ന നിലയിൽ ഞാൻ സർവശക്തനാണ്. ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് ഞാൻ സർവജ്ഞാനിയാണ്. ഞാൻ ചെയ്യുന്നത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ ചെയ്തത് ചെയ്യണം. അത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. ഞാൻ പിതാവിനോട് സഹായം അഭ്യർത്ഥിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യന് അത്ഭുതം തോന്നി. എന്നെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിച്ചത് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്റെ ശക്തിക്കും അപ്പുറം എന്നെ പരീക്ഷിക്കരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ മനുഷ്യന് ഇനി അത്ഭുതമോ അതിശയമോ തോന്നാനിടയില്ല. ഇപ്പോൾ അയാൾക്ക് കാര്യങ്ങൾ ശരിക്കും മനസ്സിലായി കഴിഞ്ഞു. നിങ്ങളും ഞാൻ ചെയ്തതുപോലെ എന്റെ നാമത്തിൽ എല്ലാം ചെയ്ത് വിജയം കൈവരിക്കണം. ഞാൻ യഥാർത്ഥത്തിൽ മനുഷ്യനും ദൈവവുമാണ് എന്ന വസ്തുത വിസ്മരിക്കരുത്. ജീവിതത്തിലെ എല്ലാ പ്രലോഭനങ്ങളിലും ഞാൻ അടിപതറാതെ നിന്നു. ഇന്ദ്രിയങ്ങളുടെയും
ഭോഗാസക്തിയുടെയും വികാരങ്ങളുടെയും ആക്രമണത്തെ ഞാൻ ചെറുത്തു തോൽപ്പിച്ചത് എങ്ങനെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതെല്ലാം നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ചു വച്ചുകൊള്ളണം. നിങ്ങൾക്ക് ഗുരുവിനെ മനസ്സിലാക്കി തരുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞു. ഗുരുവിന്റെ ജീവിതത്തിന്റെ ഉദയം മുതൽ നട്ടുച്ച വരെയുള്ള കാലഘട്ടം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്ന സൂര്യോദയം പോലെ മനോഹരമായിരുന്നു ഗുരുവിന്റെ ഉദയവും. മധ്യാഹ്നത്തിൽ നിന്ന് ഞാൻ പുറപ്പെട്ടത് മാനുഷികമായ എന്റെ സായാഹ്നത്തിലേക്കായിരുന്നു. ഞാൻ നിങ്ങളിൽ ഒരാളോട് പറഞ്ഞു, ഞാനും തയ്യാറെടുത്തു. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. എന്റെ ജന്മസ്ഥലത്തേക്കും ഞാൻ തപസ് ചെയ്ത സ്ഥലത്തേക്കും എന്നോടൊപ്പം വന്ന നിങ്ങൾക്ക് നന്ദി. എനിക്ക് ലോകവുമായി ഇടപെടേണ്ടി വന്ന ഉടൻ കയ്പുള്ള അനുഭവങ്ങളാണ് ഉണ്ടായത്. അത് എന്നെ ദുഃഖിപ്പിച്ചു, വിഷാദമഗ്നനാക്കി. വർണ്ണിക്കാനാകാത്തത്ര വികലമായിരുന്നു ആ അനുഭവങ്ങൾ. സിംഹത്തിന്റെ മജ്ജ കൊണ്ട് ഞാനിതാ വീണ്ടും ശക്തനായി. എന്റെ ആത്മാവിന് ബലം നൽകുന്ന ആഹാരം ലഭിച്ചു. ഏകാന്ത പ്രാർത്ഥനയിലൂടെ പിതാവുമായി ഐക്യപ്പെടുക എന്നതാണ് എന്റെ ബലം. എനിക്കിനി ലോകത്തിലേക്ക് മടങ്ങിപ്പോകാം. ഒരിക്കൽ കൂടി എനിക്ക് എന്റെ കുരിശ് ചുമക്കാം. രക്ഷകൻ ചുമക്കുന്ന ആദ്യത്തെ കുരിശ് ലോകവുമായുള്ള ഈ സമ്പർക്കമാണ്. മേരിയെപ്പോലെയും ജോണിനെ പോലെയുമുള്ള ഏതാനും ആളുകൾ മാത്രമല്ല ഈ ലോകം. ലോകവുമായി ബന്ധപ്പെടൽ, അത് തന്നെയാണ് എന്റെ കുരിശ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം, പ്രത്യേകിച്ചും ജോൺ. നാം എന്റെ അമ്മയുടെയും നമ്മുടെ സുഹൃത്തുക്കളുടെയും അടുത്തേക്ക് മടങ്ങിപ്പോകുകയാണ്. പുത്രന്റെ സ്നേഹത്തിന് ജനങ്ങളിൽ നിന്ന് കിട്ടിയ ക്രൂരമായ പ്രതികരണത്തെപ്പറ്റി അമ്മയോട് പറയരുത്. അമ്മയെ അത് ഏറെ വേദനിപ്പിക്കും. മനുഷ്യന്റെ ക്രൂരത കൊണ്ട് അവൾ വളരെയധികം സഹിക്കാനിരിക്കുന്നതേയുള്ളൂ. ആ പാനപാത്രം നാം ഇപ്പോഴേ അമ്മയുടെ കയ്യിൽ കൊടുക്കേണ്ടതില്ല. അവൾക്കത് യഥാകാലം ലഭിക്കും. കയ്പ് നിറഞ്ഞ കാസ ആയിരിക്കും അത്. അതിന്റെ കയ്പ് ഭീകരമായിരിക്കും. വിഷം പോലെ അത് രക്തധമനികളിലൂടെ സംക്രമിക്കും. അന്തരിന്ദ്രിയങ്ങളിൽ വ്യാപിച്ച് അവയെ മരവിപ്പിക്കും. ബെത്ലഹേമും ഹീബ്രോണും ഒരു പട്ടിയെ പോലെ എന്നെ ആട്ടിപ്പായിച്ചു എന്ന് അമ്മയോട് പറയണ്ട. അമ്മയോട് ദയവ് കാട്ടുക. സൈമൺ, നിനക്ക് പ്രായവും പക്വതയുമുണ്ട്. നീ നല്ലവനാണ്. നീ ഇതേപ്പറ്റി ഒരക്ഷരം മിണ്ടില്ല. യൂദാസേ, നീ യൂദയാക്കാരനാണ്. യൂദയായോടുള്ള സ്നേഹവും സ്വന്തം നാടിനെ പറ്റിയുള്ള അഭിമാനവും നിന്റെ നാവടക്കിക്കൊള്ളും. എന്നാൽ ജോണോ, നീ ഒരു ഗലീലക്കാരനാണ്. നീ ചെറുപ്പമാണ്. അഹങ്കാരത്തിന്റെയും വിമർശനത്തിന്റെയും ക്രൂരതയുടെയും പാപം നീ ചെയ്യരുത്. ഒന്നും മിണ്ടരുത്. കാലാന്തരത്തിൽ നിനക്ക് മറ്റുള്ളവരോട് ഇപ്പോൾ ഞാൻ പറഞ്ഞതും നിങ്ങൾ കണ്ടതുമെല്ലാം വിശദമായി പറയാം. ഇപ്പോൾ തന്നെ മിശിഹായെപ്പറ്റി പറയാൻ ധാരാളമുണ്ട്. പിന്നെന്തിന് സാത്താന്റെ വിക്രിയകളെപ്പറ്റി പറയണം? സുഹൃത്തുക്കളെ, നിങ്ങൾ ഞാൻ ആവശ്യപ്പെട്ടതുപോലെ ചെയ്യുമല്ലോ. ഗുരു, ഞങ്ങൾ ഒന്നും പറയുകയില്ല. അങ്ങേക്ക് അതേപ്പറ്റി ആശങ്ക വേണ്ട. വലിയ ഉപകാരം. ആ കാണുന്ന ചെറിയ മരുപ്പച്ചയിലേക്ക് പോകാം. അവിടെ ഒരു ഊറ്റുണ്ട്. തണുത്ത വെള്ളം ധാരാളമുണ്ട്. തണലുണ്ട്. പച്ച ചെടികളുമുണ്ട്. ആറിന്റെ അടുത്തേക്ക് പോകുന്ന പാത ആ മരുപ്പച്ചയ്ക്കപ്പുറത്താണ്. വൈകുന്നേരം വരെ അവിടെ വിശ്രമിക്കാം. അവിടെ ആഹാരം ലഭിക്കും. രാത്രി നക്ഷത്രങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് ആറ്റിൻകരയിൽ ആറ് കടക്കുന്ന സ്ഥലത്തെത്തി അവിടെ ജോസഫിനെ കാത്തിരിക്കാം. അഥവാ അവൻ മടങ്ങിയെത്തിയിട്ടുണ്ടെങ്കിൽ അവനെ അവിടെ വച്ച് കാണാം. നമുക്ക് പോകാം. അവർ യാത്ര തിരിച്ചു. അപ്പോൾ കിഴക്ക് പുതിയൊരു ദിവസം പിറന്നതിന്റെ നാന്ദിയായിരുന്നു. ചക്രവാളത്തിൽ അരുണിമ പടർന്നു തുടങ്ങി.